10 ഡേയ്സ് വരില്ല കുറഞ്ഞു. ഞാൻ 4 കൊല്ലമായി 5 കിലോ കുറയ്ക്കാൻ നോക്കിയില്ല. ചേട്ടാ സുന്ദരനല്ല. എന്താ അങ്ങനെ സുന്ദരനല്ല? 11 കിലോ കുറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു. തീർന്നില്ല. ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി മീഡിയ പറയണം. ജയിലിൽ നിന്ന് ഫൈറ്റ് ചെയ്താ അങ്ങനെ 15 കിലോ കുറഞ്ഞോ? ഞാൻ ആരുടെയും ഫോട്ടോ ഇട്ടിട്ടില്ല. ആരുടെയും ഫോട്ടോയോ ഐഡന്റിറ്റിയോ ഞാൻ ഇട്ടിട്ടില്ല. 11 കിലോഗ്രാം കുറഞ്ഞു. ദിലീപിന് ഫൈറ്റ് ചെയ്ത് 15 കിലോ കുറഞ്ഞോ? അങ്ങനെ പട്ടണി കടന്നോ? വെറുതെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ പേരിലാണോ? കമന്റ് ട്രോളാണോ? ട്രോളൊന്നല്ലേ, ശരിക്കുള്ള വീഡിയോ. കമന്റ് വയ്ക്കും. ചെറിയ വട്ടിട്ടോ അറിയാം. ഞാൻ പറയാം മടി പിടിച്ചിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. എന്താണ് മെന്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. ഭാരം കുറച്ചതിൻ്റെ ടിപ്സ് പ്ലീസ്. മലയാളികളുടെ ഹ്യൂമർ സെൻസ് ഭയങ്കര ഉണ്ടാ. നിന്റെ 15 കിലോ ഭാരം കുറച്ച്, പക്ഷെ 1% പോലും നിന്റെ പ്രാന്ത് കുറച്ചിട്ട് ഇനി ഇയാളിൽ കഴിക്കണം ബിരിയാണി. ഇതിന് തലയ്ക്ക് വട്ടാന്ന് തോന്നുന്നു. ഇത് കിളിക്കത്തിൽ ആരായിട്ടും ചോദിക്കില്ല രേവതിയോടാ, വട്ടാണല്ലേ എന്നോ. 15 കിലോ കുറച്ച് ഞങ്ങൾ എന്ത് ചെയ്യണോ? കണ്ടിട്ട് 15 കൂടിയിട്ടായിരിക്കണ. ചിരി നിർത്താൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ എല്ലാവരും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണല്ലോ, പെരേര മാത്രമല്ലല്ലോ. ഇവൻ കിടക്കുന്നത് ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ്. ഇവൻ്റെ ഒക്കെ അക്കൗണ്ട് വലിയ ചോദിക്കുന്നത് ചേട്ടനെ താങ്ങി എത്ര കോടികൾ വന്ന് കുമിഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. 15 കിലോ ഒരു തരം, 15 കിലോ 2 തരം, 15 കിലോ 3 തരം പയനായി കുറച്ചു. ചെറുതായിട്ട് വട്ടുണ്ട്, തളച്ചോറില്ല. എൻ്റെ അമ്മ അഭിഷേകം ഒരു പുസ്തകം 15 കിലോ കുറച്ച്, 15 കിലോ കുറച്ച്. ഇവൻ ശരിക്കും മെഡലാണോ? 10 ഡേയ്സ് വരില്ല കുറഞ്ഞു. ഞാൻ 4 കൊല്ലമായി 5 കിലോ കുറയ്ക്കാൻ നോക്കിയില്ല. ചേട്ടാ 15 കിലോ കുറഞ്ഞാൽ നീ ഇത് ആടുജീവിതം അഭിനയിക്കാതെ കണ്ടിട്ടൊരു 5 കിലോ കൂടിയതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ. ദിലീപ് കുറ്റക്കാരുള്ളത് അറിഞ്ഞതിൻ്റെ അന്നകത്തായൊരു ഭാഗ്യം. ഇല്ലെങ്കിൽ ചോദിച്ച് നന്ദിക്കൊണ്ട് ടി വിയിൽ വന്നേതായത് 15 കിലോ. അപ്പം ശരീരത്തിൽ അഴുക്കെല്ലാം പോയി കിട്ടിയത്. കിളി പോയി, തൂട്ടലായ ജയിലിൽ എനിക്ക് വയ്യ. അടുത്തത് രാഹുൽ ഈശ്വർ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ പുറത്തു നിന്ന് നോക്കി വല്ലവൻ്റെ ഗർഭത്തിന് ജയിലിൽ കിടക്കിയാലും അതായിത്തീരെ. എന്തായാലും രാഹുൽ എല്ലാവരും ഗർഭത്തിന് ജയിലിൽ കിടക്കണോ? ഭയങ്കര കോണിട്ട് എനിക്ക് വേണ്ടി ഞാൻ പറയാം. അകത്തന്നെ കിടന്നു. മലയാളികളുടെ ഹ്യൂമർ സെൻസ്. ജലദോഷം ഉണ്ടോ ആറാട്ടിന്? ഇപ്പം ഫുൾ വട്ടായ 12 കിലോ കുറഞ്ഞു. 12 കിലോ കുറഞ്ഞു. ആണ് ദിലീപേണ്ടി ഇതിനിട്ടാണ് 15 കിലോ കുറഞ്ഞതാണ്. ടിപ്സ് പറഞ്ഞതാണ് വെയിറ്റ് കുറയ്ക്കാനുള്ള. ഒരുത്തന്നെ 5 കിലോ എന്തോ മാസങ്ങളായിട്ട് കുറയ്ക്കാൻ പറ്റിയില്ല. എപ്പോഴാണ് 10 ദിവസം കൊണ്ട് മാറ്റിയാണ്. വയറ് കുറക്കണം. എന്നെ ആൾക്കാർ കാണുമ്പോൾ തടി കുറഞ്ഞു പറയുന്നുണ്ട്, കുറഞ്ഞെന്ന് പറയുന്നുണ്ട്. മലയാളികളുടെ ഹ്യൂമർ സെൻസ് ഇതെല്ലാം ഇവന്മാർ പറയും. പെരേരയോ ഈ രാഹുലേശ്വർ പറയുന്നതല്ല. ഇതിൻ്റെ അടിയിൽ കമൻസ് വരും. ആ കമൻസ് അത് വെച്ച് ഒരു കോമൺ സിനിമയിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം. മലയാളികളുടെ ഹ്യൂമർ സെൻസ് ഭയങ്കരമാണ്. വെറുതെ അല്ല പ്രിയദർശന പടം ഇത്ര ഓടിയത്. ചിത്രം കിലുക്കുമല്ല. ആറാട്ടെണ്ണ സുന്ദരനാണ്. സുന്ദരനല്ല. എന്താ അങ്ങനെ സുന്ദരനല്ല? ഇങ്ങനെ വേറെ ടൈപ്പാണോ? ഞാൻ കാതലല്ല. നീ കാതൽ ടൈപ്പല്ല. എന്തെങ്കിലും കാതലല്ല. ക്ലീൻ ഷേവ് ചെയ്യുമ്പോ രസല്ലേ?
ആറാട്ടണ്ണൻ ചെറുപ്പത്തിലല്ല കളറായ എന്ത് ഇപ്പൊ പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോയതാണ്. അപ്പൊ ആറാട്ടണ്ണൻ താടി വെക്കണം എന്നാണ് ഗേൾസ് ഫാൻസിന്റെ ആഗ്രഹം. ആണ്ടാ ഗേൾ ഫാൻസ് എങ്ങനെ ഗേൾ ഫാൻസ് ഒന്നും ഇല്ല. ഇല്ല. വോട്ട് ചെയ്താ നോട്ടെ വോട്ട് കാണിച്ച് വോട്ട് എന്ത് വോട്ട് വോട്ട് ചെയ്തു? എല്ലാ പ്രാവശ്യം വോട്ട് ചെയ്യാറുണ്ട്. വോട്ട് ചെയ്യാറുണ്ട് എല്ലാ പ്രാവശ്യം. വോട്ട് ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യാറില്ല, പെട്ടാണ്ടൊന്നും ചെയ്യും. ഇന്ന് വെള്ളാണോ കുടിക്കണത്? കൊക്കോള പെപ്സി നിർത്തി. കൊക്കോള പെപ്സി ഫാൻഡ സ്പ്രൈറ്റ് എല്ലാം നിർത്തി. വെള്ളം കുടിക്കണം. എന്ത് പറ്റി? ആരോഗ്യം നല്ലതല്ല. ലിവർ സിറോസിൽ വരും പെപ്സിലോട്ട് ചെയ്യുന്ന. ജലദോഷമാണ്. ഉറങ്ങല്ല, ശ്വാസം കിട്ടുന്നില്ല. മൂക്ക് പൊത്തിയവനെ ശ്വാസം കിട്ടും. ഡോക്ടർ കണ്ടുണ്ടായി. ഇനി ഇതിൻ്റെ അടിയിൽ എന്തൊക്കെ കമൻസ് തരാൻ പോകുന്ന ആർക്കറിയാം. എന്തായാലും ഹ്യൂമർ സെൻസ് അടിപൊളി. പിന്നെ കോമഡി സിനിമ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായതാണെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പെരേരയുടെ ഇങ്ങനെ ഇവരുടെ വീഡിയോസിലെ കമൻസ് വായിച്ചാൽ മതി. തിരിച്ചാവും. എന്തായാലും ഇവർ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ. എത്ര പേരെ ചിരിപ്പിക്കുന്നത്. രാഹുലീശ്വര അത് പെരേരല്ലോ. എത്ര പേര് വിഷമിച്ചിരിക്കുമ്പോൾ അവർ സന്തോഷം കിട്ടുമല്ലോ. എന്താണ് എൻ്റെ മുഖം, ഫേഷ്യൽ എക്സ്പ്രഷൻ എല്ലാം കാണുമ്പോൾ അവർക്ക് ചിരി വരും. ദേഷ്യം പിടിക്കുമ്പോൾ ചിരി വരും.